നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ കുതന്ത്രമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നടത്തുന്ന വെറും രാഷ്ട്രീയ നാടകമാണിതെന്നും സണ്ണി ജോസഫ്. യോഗി ആദിത്യനാഥിന്റെ കത്ത് പുറത്തു വന്നതോടെ CPM BJP ബന്ധം തെളിഞ്ഞെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ആഗോള അയ്യപ്പ സംഗമം ശുദ്ധ തട്ടിപ്പാണെന്നും ഉണ്ണിത്താൻ. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃയോഗം നടന്നു. DCC ഓഫീസിൽ നടന്ന യോഗം KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വലിയപറമ്പ് തൃക്കരിപ്പൂർ കടപ്പുറത്ത് 8ാം തരം വിദ്യാർത്ഥി കായലിൽ മുങ്ങി മരിച്ചു. കൂട്ടുകാർക്കൊപ്പം മീൻ പിടിക്കുന്നതിനിടെ കവ്വായി കായലിൽ കാൽവഴുതി വീഴുകയായിരുന്നു. അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കണം. KSTAയുടെയും STFIയുടെയും സംയുക്ത നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജ് ജംഗ്ഷനിൽ ഫുട് ഓവർ ബ്രിഡ്ജ് വേണമെന്ന ആവശ്യം ശക്തം. വിദ്യാർത്ഥികൾ ഒപ്പ് ക്യാമ്പയിൻ നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭ പദയാത്ര നടത്തി. വാഴുന്നോറടിയിൽ നിന്നും പുതിയ കോട്ട വരെയായിരുന്നു യാത്ര. വാർത്തകൾ വിശദമായി. ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ കുതന്ത്രമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിച്ചിട്ടാണ് ഇവർ സംഗമം നടത്തേണ്ടത്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നടത്തുന്ന വെറും രാഷ്ട്രീയ നാടകമാണിതെന്നും സണ്ണി ജോസഫ് കാസർഗോഡ് ആരോപിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തെ വിമർശിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ആഗോള അയ്യപ്പ സംഗമം സർക്കാരിൻ്റെ കുതന്ത്രമെന്ന് പറഞ്ഞ KPCC പ്രസിഡന്റ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിച്ചിട്ടാണ് ഇവർ സംഗമം നടത്തേണ്ടതെന്ന് പറഞ്ഞു. ക്ഷേത്രത്തോടും വിശ്വാസികളോടുമുള്ള കൂറു പുലർത്തുവാൻ നിരവധി അവസരങ്ങൾ സർക്കാരിലുണ്ടായിരുന്നുവെന്നും എന്നാലിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നടത്തുന്ന വെറും രാഷ്ട്രീയ നാടകമാണിതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഇതിന് യാതൊരു ഉത്തമ ലക്ഷ്യങ്ങളുമില്ല. ഇത് സർക്കാരിൻ്റെ ഒരു കുതന്ത്രം മാത്രമാണ്. ഇവിടെ ശബരിമലയോടും ക്ഷേത്രവിശ്വാസത്തോടുമുള്ള കൂറായിരുന്നെങ്കിൽ ഗവൺമെൻറ് അത് പ്രകടിപ്പിക്കാനുള്ള നിരവധി അവസരങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിച്ചിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ഒരു രാഷ്ട്രീയ നീക്കം മാത്രമേ ആയിട്ട് ഇതിനെ കാണുന്നു. നേരത്തെ തന്നെ UDF തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സ്വർണ്ണം അവിടെ പോയി എന്നുള്ളതാണ്. അതിനാദ്യം ഉത്തരം പറയട്ടെ, എന്നിട്ട് ബാക്കി സംഗമം നടത്തട്ടെ. സ്വർണ്ണമീറ്റിട്ടാണോ സംഗമം നടത്തുന്നത്? അതാദ്യം അറിയട്ടെ. ഈ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കെതിരെ ഒരു വിമർശനം വരുന്നിരുന്നു. അതിപ്പോൾ പിരിച്ചുവിടാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെ തീരുമാനമില്ല. സോഷ്യൽ മീഡിയ സംബന്ധിച്ച് കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് KPCC ഒരു ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വന്നു. ശബരിമലയുടെ ആചാരങ്ങൾ തകർക്കുവാൻ ശ്രമിച്ചവർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം ഒട്ടും ആത്മാർത്ഥതയില്ലാത്തതാണെന്നും സ്വർണ്ണക്കേസിൽ തീരുമാനം വന്നാൽ മാത്രം പ്രതികരിക്കാമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. കോൺഗ്രസ് സോഷ്യൽ മീഡിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ KPCC ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. CPM നേതാവ് KJ ഷൈൻ ടീച്ചർക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുവാൻ സണ്ണി ജോസഫ് തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. യോഗി ആദിത്യനാഥിന്റെ കത്ത് പുറത്തു വന്നതോടെ CPM BJP ബന്ധം തെളിഞ്ഞെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. യോഗി ആദിത്യനാഥ് പിന്തുടരുന്ന അതേ പാതയാണ് കേരള സർക്കാരും പിന്തുടരുന്നതെന്നും ആഗോള അയ്യപ്പ സംഗമം ശുദ്ധ തട്ടിപ്പാണെന്നും ഉണ്ണിത്താൻ കാസർഗോഡ് പറഞ്ഞു. യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞാൽ ഒരു സവർണ ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമാണ്. അദ്ദേഹത്തിനൊരു ഫാസിസ്റ്റ് മുഖമാണുള്ളത്. ഉത്തർപ്രദേശിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന മുഴുവൻ സമയവും അദ്ദേഹം ജനാധിപത്യ ധ്വംസനം നടത്തിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ ന്യൂനപക്ഷങ്ങളെ അതിശക്തമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ സന്ദേശം ഇടതുപക്ഷ മുന്നണിക്ക് വളരെ ആപത്താണ് നൽകുന്നത്. കാരണം
ആ സന്ദേശത്തിലൂടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ BJPയും തമ്മിലുള്ളൊരു രഹസ്യ ബാന്ധവമാണ് മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു അയ്യപ്പ സംഗമത്തെ അദ്ദേഹം അനുകൂലിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ പിന്നെ ഈശ്വര വിശ്വാസികളായ ആളുകൾക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. കാരണം ഒരു മതനിരപേക്ഷ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനത ജീവിക്കുന്ന കേരളമാണ്. മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസത്തിൽ വിശ്വസിക്കുന്നതാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഒരിക്കലും അവരെ ഈശ്വര വിശ്വാസികളല്ല. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് നേതൃയോഗം നടന്നു. DCC ഓഫീസിൽ നടന്ന യോഗം KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് നേതൃയോഗം DCC ഓഫീസിൽ നടന്നു. യോഗം KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മിഷൻ 2025 എന്ന ഒരു ദൗത്യം തന്നെ നമ്മൾ ഏറ്റെടുത്ത് അതിൻ്റെ പ്രവർത്തന പരിപാടികൾക്കാണ് നമ്മൾ പ്രാധാന്യം നൽകിയത്. അന്ന് സംസാരിച്ച നേതാക്കന്മാർ പറഞ്ഞു, വാഴ നനയുമ്പോൾ വാഴയുടെ താഴെയുള്ള ചേമ്പും ചേനയും ഒക്കെ താനെ നനഞ്ഞുകൊള്ളും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നന്നായി ഒരുങ്ങിയാൽ മറ്റ് ഇലക്ഷനിലേക്ക്, അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് പ്രത്യേക ഒരുക്കം ആവശ്യമില്ല, അതിൻ്റെ കൂടെ അതും പോകും. ചടങ്ങിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി MC പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായിരുന്നു. നേതാക്കളായ UDF കൺവീനർ A ഗോവിന്ദൻ നായർ, K നീലകണ്ഠൻ, ഹക്കീം കുന്നിൽ, KV ഗംഗാധരൻ, സാജിദ് മൗവൽ, ശാന്തമ്മ ഫിലിപ്പ്, മീനാക്ഷി ബാലകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗപ്പെടുത്തി ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്യുന്ന കോട്ടയം പൊയിൽ പുളിയുള്ളാപ്പറമ്പിൽ ജിതിൻ ദാസ്, ചെങ്ങന്നൂർ സ്വദേശി അബ്ദുൽ കലാം ആസാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ജിതിൻ ദാസിനെ തലശ്ശേരി പോലീസും അബ്ദുൽ കലാം ആസാദിനെ കൊച്ചി എളമക്കര പോലീസുമാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 15ആയി. തൃക്കരിപ്പൂർ ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ സമൂഹ മാധ്യമമായ ഡേറ്റിംഗ് ആപ്പിലൂടെ ബന്ധപ്പെട്ട് ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്യുന്ന കോട്ടയം പൊയിൽ പുളിയുള്ളാപ്പറമ്പിൽ ജിതിൻ ദാസ്, ചെങ്ങന്നൂർ സ്വദേശി അബ്ദുൽ കലാം ആസാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ജിതിൻ ദാസിനെ തലശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. അബ്ദുൽ കലാം ആസാദിനെ കൊച്ചി എളമക്കര പോലീസാണ് അറസ്റ്റ് ചെയ്തത്. 16-കാരനെ ഇടപ്പള്ളിയിലും നോർത്തിലും വെച്ചാണ് ഇയാൾ പീഡിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. 16-കാരനുമായി ഓൺലൈൻ ചാറ്റിങ്ങിലൂടെയാണ് ഇയാൾ ചങ്ങാത്തത്തിലായത്. തുടർന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി കുട്ടിയെ കാറിലെത്തി കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അബ്ദുൽ കലാം ആസാദിനെ കോടതിയിൽ വെള്ളിയാഴ്ച രാത്രി ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇതോടെ കേസിലെ 16 പ്രതികളിൽ 15 പേരും റിമാൻഡിലായി. തൃക്കരിപ്പൂരിലെ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് സിറാജുദ്ദീൻ വടക്കുംപാടാണ് ഇനി പിടിയിലാകുവാനുള്ളത്. പോലീസ് അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇയാൾ കടന്നു കളഞ്ഞിരുന്നു. ഇയാൾക്കായി പോലീസ് ഊർജിതമായ അന്വേഷണമാണ് നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വലിയപറമ്പ് തൃക്കരിപ്പൂർ കടപ്പുറത്ത് 8ാം തരം വിദ്യാർത്ഥി കായലിൽ മുങ്ങി മരിച്ചു. ബീരാൻകടവ് ബോട്ട് ജെട്ടിക്കടുത്ത് കൂട്ടുകാർക്കൊപ്പം മീൻ പിടിക്കുന്നതിനിടയിൽ കവ്വായി കായലിൽ കാലുവഴുതി വീഴുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 11:30 മണിയോടെയായിരുന്നു സംഭവം. തൃക്കരിപ്പൂർ കടപ്പുറം വടക്കേവളപ്പ് തൊണ്ടച്ചൻ ദേവസ്ഥാനത്തിന് സമീപത്തെ EMP നിസാർ KP സമീറ ദമ്പതിമാരുടെ മകനും ഇളമ്പച്ചി ഗുരുചന്തു പണിക്കർ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം തരം വിദ്യാർത്ഥിയുമായ മുഹമ്മദാണ് മരിച്ചത്. തൃക്കരിപ്പൂർ കടപ്പുറം ബീരാൻകടവ് ബോട്ട് ജെട്ടിക്കടുത്ത് കൂട്ടുകാർക്കൊപ്പം മീൻ പിടിക്കുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത്. കൂട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ കായലോരത്തെത്തുകയും തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരൻ്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളും മത്സ്യത്തൊഴിലാളി മാടക്കാലിലെ TV രാധാകൃഷ്ണനും ചേർന്ന് തിരച്ചിൽ നടത്തി. കായലിൽ അരമണിക്കൂർ നടത്തിയ തിരച്ചിലിലാണ് ബോട്ട് ചാലിൽ നിന്നും കുട്ടിയെ കണ്ടെടുത്തത്. തുടർന്ന് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും തൃക്കരിപ്പൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ചന്ദേര പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം കണ്ണൂർ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മുഹമ്മദിൻ്റെ ഏക സഹോദരി ജുമാന +2 വിദ്യാർത്ഥിനിയാണ്.
ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം കുഞ്ചത്തൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള നടന്നു. ഓരോ കായിക ഇനങ്ങളിലുമുണ്ടായ വിദ്യാർത്ഥികളുടെ നിറഞ്ഞ സാന്നിധ്യം കായികമേളയെ ആവേശഭരിതമാക്കി. 2025-26 ಶೈಕ್ಷಣಿಕ ವರ್ಷದ ಈ VHSS ಕುಂಜತ್ತೂರು ಶಾಲೆಯ ಪಥಸಂಚಲನ ಮೈದಾನದ ಎಡಭಾಗದಿಂದ ಆರಂಭಗೊಂಡು ಇದೀಗ ನಮ್ಮ ಮುಖ್ಯ ಅತಿಥಿಗಳಿಗೆ ಮತ್ತು ನಮ್ಮ ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮದ ಅಧ್ಯಕ್ಷರಿಗೆ ಗೌರವವನ್ನು ಸೂಚಿಸುವಂತಹ ಕಾರ್ಯಕ್ರಮ ನಡೀತಾ ಇದೆ. SBC ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿರುವಂತಹ SBCಯಲ್ಲಿ ಹೆಸರುವಾಸಿ ಮತ್ತು ಶಿಸ್ತುಬದ್ಧವಾದಂತಹ SBC ಎನ್ನುವಂತಹ ಹೆಸರಿಗೆ ಪ್ರಾಪ್ತವಾಗಿರುವಂತಹ DVHSS ಕುಂಜತ್ತೂರು ಶಾಲೆಯ SBC ಯೂನಿಟ್ ಅವರು മഞ്ചേശ്വരം കുഞ്ചത്തൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആവേശനിറവിൽ കായികമേള നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സുനിത KB പതാക ഉയർത്തിയതോടെയാണ് കായികമേളയ്ക്ക് തുടക്കമായത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ രഞ്ജിത്ത് കുമാർ SPC വിദ്യാർത്ഥിനി രശ്മിതയ്ക്ക് ഒളിമ്പിക് ദീപം കൈമാറി സ്കൂൾ കായികമേള ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ്, PTA അംഗങ്ങൾ, SMC അംഗങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. 1990 ಸೇರಿದ ನಂತರ ಇವತ್ತಿನವರೆಗೆ ಪ್ರತಿಯೊಂದು ಬ್ಯಾಚಿನಲ್ಲಿರುವಂಥ ಮಕ್ಕಳು ಮಂಗಲ್ಪಾಡಿ ಆಗಿರ್ಬೋದು, ಇಲ್ಲಿ ಆಗಿರ್ಬೋದು, ಯಾವುದೇ ವಿಷಯ ಬಂದರೂ, ಯಾವುದೇ ಮನೆಯಲ್ಲಿ ಎಂಥ ಫಂಕ್ಷನ್ ಇದ್ದರೂ ಆತ್ಮೀಯತೆಯಲ್ಲಿ ಕರೆಯುವಂಥ ಒಬ್ಬರು ಟೀಚರ್. ಯಾಕೆಂತ ಗೊತ್ತಿಲ್ಲ, ನಿಮ್ಮ ಸ್ನೇಹ ಆಗಿರ್ತದೆ ನನ್ನ ಒಂದೊಂದು ಉಸಿರು. ಮಕ್ಕಳೇ, ಜೀವನ ಅಂತ ಹೇಳೋದು ಯಾವ ಕಷ್ಟ ಕಾಲದಲ್ಲಿ ಪ್ರತಿಯೊಬ್ಬರಿಗೆ ಸಹಾಯ ಮಾಡಿಕೊಂಡು ತನ್ನ ಜೀವನವನ್ನು ಮತ್ತೊಬ್ಬರಿಗಾಗಿ ಅರ್ಧವಾಸಿಯಾದರೂ ಕೆಲವು ಸಮಯವನ್ನಾದರೂ ಉಪಯೋಗಿಸುವಂಥದ್ದು ಅದು ಜೀವನ ಆಗಿರ್ತದೆ. ಮಕ್ಕಳೇ, ನಿಮಗೆ ಎಲ್ಲ ವಿಧದ ಶುಭಾಶಯವನ್ನು ಈ ಪ್ರೋಗ್ರಾಮಿಗೆ ನೀಡುತ್ತಾ ಇನ್ನು ನಾನು ಹೇಳಲಿಕ್ಕಿರೋದನ್ನು ನಂತರ ಕೊನೆಯಲ್ಲಿ ಹೇಳುವ. ಹೆಚ್ಚೇನು ಹೇಳೋದಿಲ್ಲ, ನೀವೆಲ್ಲ ಬಿಸಿನಲ್ಲಿದ್ದೀರಿ. ಏನೇ ಆಗಿದ್ರು ಒಳ್ಳೆಯದಾಗಲಿ ಮಕ್ಕಳೇ, ಒಳ್ಳೆಯ ಭವಿಷ್ಯ ನಿಮ್ಮದಾಗಲಿ. ಇವತ್ತು ಮತ್ತೊಂದು ಹೇಳ್ತಾ ಇದ್ದೇನೆ, ನಾನಿಲ್ಲಿ ನನ್ನ ಓಲ್ಡ್ ಸ್ಟೂಡೆಂಟ್ಸ್ಗಳನ್ನು ಕರೆದಿದ್ದೆ. ಸೈಫಾನ್ ಕುರಿತು ಹೇಳೋದಾದರೆ ಅವನನ್ನು ಕೂಡ ಹಾಗೆ ಪ್ರತಿಯೊಂದು ಹೆಜ್ಜೆಗೂ ಕರೆದುಕೊಂಡು ಹೋಗಿ ನೇಷನಲ್ನವರೆಗೆ ನಾನು ಮುಟ್ಟಿಸಿದೆ. 50 മീറ്റർ, 100 മീറ്റർ ഓട്ടം, റിലേ റേസ്, സ്റ്റാൻഡിംഗ് ബ്രോഡ് ജംപ്, ലോങ് ജംപ്, ബോൾ ത്രോ, ബോൾ കളക്ഷൻ റേസ് തുടങ്ങിയ വിവിധ കായിക മത്സരങ്ങൾ കായികമേളയുടെ ഭാഗമായി നടന്നു. ഓരോ കായിക ഇനങ്ങളിലും വിദ്യാർത്ഥികൾ ആവേശത്തോടെ പങ്കെടുത്തു. മത്സരങ്ങൾക്ക് കായികാധ്യാപിക അനിത PG, അധ്യാപകൻ സുരേഷ് ബളാൽ എന്നിവർ നേതൃത്വം നൽകി. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസിൻ്റെ ഭാഗമായുള്ള വിവിധ മത്സരങ്ങൾ ഉദിനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുന്നു. തൈക്കൊണ്ടോ, വോളിബോൾ, ടെന്നിക്കോയ്റ്റ് ചാമ്പ്യൻഷിപ്പുകളാണ് നടന്നുവരുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തൈക്കൊണ്ടോ, സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വോളിബോൾ, ഇരു വിഭാഗങ്ങളിലും സീനിയർ ടെന്നിക്കോയ്റ്റ് ചാമ്പ്യൻഷിപ്പുകളാണ് ഉദിനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. 3 വിഭാഗങ്ങളിലും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങളിൽ 250-ൽ പരം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ റവന്യൂ ജില്ലാ ചാമ്പ്യൻഷിപ്പിൻ്റെ ഉദ്ഘാടനം ചന്ദേര SI KP സതീഷ് വർമ്മ നിർവഹിച്ചു. ഇന്ന് നമുക്ക് ഇന്ന് ഏറ്റവും പ്രധാനം പോലീസ് തന്നെ ഒരുപാട് സെൽഫ് ഡിഫൻസായിട്ട് കുറേ കോഴ്സുകൾ നടക്കുന്നുണ്ട്. കുട്ടികൾക്കും എല്ലാവർക്കും പുറത്തിറങ്ങണമെങ്കിൽ ഇന്ന് എന്തെങ്കിലും ഒരു ഇതായിട്ടുള്ള ഒരു ഐറ്റം വേണമെന്നുള്ളത് ഒരു സത്യമാണ്. കരാട്ടെ, കുംഫു, അങ്ങനെ പല മേഖലകളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളൊരു ആയോധന കലയാണ് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ളൂ. സ്കൂൾ പ്രധാനാധ്യാപിക K സുബൈദ അധ്യക്ഷത വഹിച്ചു. CK ആസിഫ്, K പ്രീതിമോൾ, P മോഹനൻ, VV മധു, VI പ്രകാശ്, ഡോക്ടർ ജ്യോതിരാജ്, മനോജ് പിലിക്കോട്, M കുഞ്ഞബ്ദുള്ള, P ജയൻ, A ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ റവന്യൂ ജില്ലാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് പൂർത്തിയായി. സ്കൂൾ തായ്ക്കൊണ്ടോ സബ് ജൂനിയർ, സീനിയർ വിഭാഗങ്ങളുടെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് 22-23 തീയതികളിൽ കണ്ണൂരിലാണ് നടക്കുക. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ റവന്യൂ ജില്ലാ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ 21 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തുടങ്ങും. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
നിരവധി കേസിലെ പ്രതിയായ അണ്ണി പ്രഭാകരൻ അറസ്റ്റിൽ. വീട്ടിൽ മദ്യവിൽപ്പന നടത്തുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് കുമ്പള പോലീസ് എത്തുകയും ഇറങ്ങിയോടുവാൻ ശ്രമിച്ച പ്രഭാകരനെ സാഹസികമായി പിടികൂടുകയുമായിരുന്നു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കർണാടക ഗോവൻ നിർമ്മിത മദ്യവും മദ്യം വിറ്റ് ലഭിച്ച പണവും വീട്ടിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു. നിരവധി കേസുകളിലെ പ്രതിയായ കുമ്പള കുണ്ടാറക്കടക്കയിലെ അണ്ണി പ്രഭാകരനെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച വൈകിട്ട് പ്രഭാകരന്റെ വീട്ടിൽ മദ്യവിൽപ്പന നടത്തുന്നതായി പരാതി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുമ്പള എസ് ഐ ശ്രീജേഷും സംഘവും പരിശോധനയ്ക്കെത്തുകയും ഇയാളെ പിടികൂടുകയുമായിരുന്നു. പോലീസ് സംഘം പരിശോധന നടത്തുന്നതിനിടെ പ്രഭാകരൻ വീടിന്റെ പിറകുവശത്തെ വാതിലിൽ കൂടി ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും മൽപ്പിടുത്തത്തിലൂടെ ഇയാളെ പോലീസ് സംഘം കീഴ്പ്പെടുത്തുകയായിരുന്നു. പരിശോധനയിൽ മദ്യം വിറ്റുകിട്ടിയ പണവും 52 പാക്കറ്റ് കർണാടക നിർമ്മിത മദ്യവും 4 കുപ്പി ഗോവൻ നിർമ്മിത മദ്യവും പിടിച്ചെടുത്തു. ഒരു യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലും എക്സൈസ് സംഘത്തെ ആക്രമിച്ച കേസിലും 2 വർഷം മുമ്പ് കുമ്പള എക്സൈസ് ഓഫീസിന് പെട്രോൾ ഒഴിച്ച് തീവെക്കുവാൻ ശ്രമിച്ച കേസിലും പ്രതിയാണ് പ്രഭാകരൻ. കൂടാതെ 10ഓളം അബ്കാരി കേസിലെ പ്രതി കൂടിയാണ് ഇയാൾ. കാപ്പ നിയമപ്രകാരം ജയിൽ ശിക്ഷയും അണ്ണി പ്രഭാകരൻ അനുഭവിച്ചിട്ടുണ്ട്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. KSTA, STFI സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 റദ്ദ് ചെയ്യുക, അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക, ടെറ്റ് യോഗ്യതയിൽ അധ്യാപകരെ സംരക്ഷിക്കുവാൻ നിയമനിർമ്മാണം നടത്തുക, പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഏകീകരണ നടപടികളുടൻ പൂർത്തിയാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ഉപജില്ലാ കമ്മിറ്റിയുടെയും STFIയുടെയും നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ലോകത്തിന്റെ മാതൃകയാകൂ, ലോകത്തിന്റെ മാതൃകയാകൂ. കേരളത്തിലെ വിദ്യാഭ്യാസം, കേരളത്തിലെ വിദ്യാഭ്യാസം മുന്നോട്ടേക്ക് കുതിക്കുമ്പോൾ തുടർന്ന് നടന്ന ധർണാ സമരം KSTA സംസ്ഥാന സെക്രട്ടറി K. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ക്വാളിഫിക്കേഷൻ പരിശോധിച്ച് നിരവധി കടമ്പകളിലൂടെ കടന്നുകൊണ്ട് കേരളത്തിലെ അധ്യാപകർ വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി കടന്നു വന്നു. എവിടെയും ഓടിളക്കി ഇറങ്ങി വന്നവരല്ല കേരളത്തിലെ അധ്യാപകർ. റിട്ടൺ പരീക്ഷ നടത്തി, ആ പരീക്ഷ കഴിഞ്ഞ് ലിസ്റ്റ് ഉണ്ടാക്കി, നിരവധി ആളുകളെ ഉള്ള ലിസ്റ്റിനകത്ത് ഇന്റർവ്യൂ നടത്തി. ആ ഇന്റർവ്യൂവിലെല്ലാം നല്ല രീതിയിൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയ അധ്യാപകരെ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരായി നിയമിച്ചു. അങ്ങനെ പണിയെടുത്തു വരുന്നവരോട് പറയുകയാണ്, പുതിയൊരു നിയമം കൊണ്ടുവരുമ്പോൾ പറയുക, നിങ്ങൾ ഈ പരീക്ഷയും കൂടി പാസ്സാകണം എന്ന്. ഇത് ഏത് കോത്തായത്തിലെ തീരുമാനമാണ്? അങ്ങനല്ലേ നമ്മൾ പറയാം. നിലവിലുള്ള അധ്യാപകരുടെ അപ്ഡേറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട് അല്ലെ? അതിനാണ് നമ്മൾ എല്ലാ മാസവും ക്ലസ്റ്ററിലേക്ക് പോകുന്നത്, എല്ലാ മെയ് മാസവും നമ്മൾ ട്രെയിനിങ്ങിലേക്ക് പോകുന്നത്. നിലവിലുള്ള പാഠ്യപദ്ധതിയിൽ മാറ്റം വരുമ്പോൾ ആ പാഠ്യപദ്ധതിയുടെ വിനിമയത്തിന് ആവശ്യമായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
ചർച്ചകളും അതുപോലെയുള്ള ബൂസ്റ്റിങ്ങും അധ്യാപകർക്ക് കിട്ടും. സ്വാഭാവിക, അത് ഞങ്ങൾ ഇനിയും തയ്യാറാ. പക്ഷെ ഒരു പരീക്ഷ വീണ്ടും എഴുതി ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യണമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഷൈൻ ടീച്ചർക്കെതിരെയുണ്ടായ സൈബർ ആക്രമണത്തിൽ യോഗം പ്രതിഷേധിച്ചു. ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KG പ്രതീഷ്, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ A ശ്രീകുമാർ, E വിനോദ് കുമാർ, A മാലതി, P പുഷ്പ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K പ്രേംരാജ്, VG വിൻസിമോൾ, CK ജഗദീഷ്, P ലളിതാകുമാരി എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ സെക്രട്ടറി A മധുസൂദനൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് M മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള അർഹമായ കേന്ദ്രവിഹിതം അനുവദിക്കണമെന്ന ആവശ്യം കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉപജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. ടെറ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ടുണ്ടായ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുക, വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള അർഹമായ കേന്ദ്രവിഹിതം അനുവദിക്കുക, അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം 2020 റദ്ദ് ചെയ്യുക, ഭിന്നശേഷി നിയമത്തിന് തസ്തിക മാറ്റിവെച്ചാൽ മറ്റു നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ അംഗീകരിക്കുക, ആധാറുള്ള മുഴുവൻ കുട്ടികളെയും പരിഗണിച്ച് തസ്തിക നിർണയം പുനഃക്രമീകരിക്കുക, കെട്ടിക്കിടക്കുന്ന പാഠപുസ്തകങ്ങളുടെ ബാധ്യതയിൽ നിന്ന് അധ്യാപകരെ ഒഴിവാക്കുക, പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഏകീകരണ നടപടികൾ പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉപജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. കോസ്റ്റൂർഗ് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. വളരെ സീനിയറായ അധ്യാപകർക്ക് ഉൾപ്പെടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിനകത്ത്. അവിടെ നിന്ന് ഒരു മാറ്റം ഉണ്ടായത് കേരളത്തിനകത്ത് ഇടതുമുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നറിയപ്പെടുന്ന ഒരു പരിപാടിയിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് അധ്യാപക തസ്തികകൾ പുതുതായി സൃഷ്ടിക്കുകയും നേരത്തെ ജോലി സംരക്ഷണത്തിന് വലിയ സമരങ്ങൾ നടത്തിയ സമയം ആ ഒരു കാലം മാറി പുതുതായിട്ട് നമ്മുടെയൊക്കെ സഹോദരി സഹോദരന്മാര് അനിയന്മാര് അനിയത്തിമാരൊക്കെ ഈ ഒരു മേഖലയിലേക്ക് ജോലി ലഭിച്ച് കടന്നു വരുന്നൊരു സാഹചര്യം. അങ്ങനെ 10,000-കണക്കിന് ആളുകൾക്ക് ഉപജീവനം നൽകുന്ന ഒരു മേഖലയായി ചെറിയൊരു കാലഘട്ടം കൊണ്ട് മാറുകയും ലക്ഷക്കണക്കിനായ കുട്ടികൾ അധികമായി ഈ മേഖലയിലേക്ക് വരികയും ചെയ്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഉപജില്ലാ പ്രസിഡന്റ് C ശാരദ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ P മോഹനൻ, P ശ്രീകല, VK ബാലാമണി, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ PP ബാബുരാജ്, KV രാജൻ, PP കമല, രാജേഷ് കറിയ എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ സെക്രട്ടറി VK ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ട്രഷറർ P രാജേഷ് നന്ദിയും പറഞ്ഞു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KJ ഷൈൻ ടീച്ചർക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അധ്യാപകർ പ്രതിഷേധ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജ് ജംഗ്ഷനിൽ ഫുട് ഓവർ ബ്രിഡ്ജ് വേണമെന്ന ആവശ്യം ശക്തം. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും ഇതുവഴി വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്നവരും റോഡ് മുറിച്ച് കടക്കുവാൻ സൗകര്യമില്ലാതെ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജിനായി പൊതുജനങ്ങളിൽ നിന്നും പിന്തുണ നേടുന്നതിനായി ഗോവിന്ദപ്പൈ കോളേജിലെ വിദ്യാർത്ഥി യൂണിയനും ലോ കോളേജ് വിദ്യാർത്ഥികളും ചേർന്ന് കുത്തിയിരിപ്പ് സമരവും ഒപ്പുശേഖരണ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം തൗടുകോളി റോഡിൽ ദേശീയപാത 66 ബന്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഹൈസ്കൂൾ, കോളേജ്, ലോ കോളേജ്, ഹാർബർ ഓഫീസ് എന്നിവിടങ്ങളിലേക്കുള്ള ജനസഞ്ചാരം ഏറെയുള്ള ഗോവിന്ദപ്പൈ സ്മാരക ഗവൺമെൻറ് കോളേജ് ജംഗ്ഷനിൽ ഫുട് ഓവർ ബ്രിഡ്ജ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ 1.5 വർഷമായി നിരവധി സമരങ്ങളും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടും ഇതുവരെയായും നടപടിയുണ്ടാകാത്തത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സമരസമിതി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇത് പരിഗണിച്ച ഹൈക്കോടതി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയെങ്കിലും നാഷണൽ ഹൈവേ അതോറിറ്റി, വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ വിഷയത്തിൽ നിസ്സഹകരണ സമീപനമാണ് കാണിക്കുന്നതെന്നും ഇത് ദൗർഭാഗ്യകരമാണെന്നും പ്രദേശവാസികൾ പറയുന്നു.
ഫുട് ഓവർ ബ്രിഡ്ജ് അത്യന്താപേക്ഷിതമായതിനാൽ പൊതുജനങ്ങളിൽ നിന്നും പിന്തുണ നേടുന്നതിനായി ഗോവിന്ദപ്പൈ കോളേജ് വിദ്യാർത്ഥി യൂണിയനും ലോ കോളേജ് വിദ്യാർത്ഥികളും ചേർന്ന് കുത്തിയിരിപ്പ് സമരവും ഒപ്പ് ക്യാമ്പയിനും സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടിയിൽ ജനപ്രതിനിധികളായ ജീൻ ലവീന മൊന്തേരോ, മുഹമ്മദ് സിദ്ദിഖ്, യാദവ ബഡാജെ, ആയിഷത്ത് റുബീന, നേതാക്കളായ KR ജയാനന്ദ, PH അബ്ദുൽ ഹമീദ്, DMK മുഹമ്മദ്, അശ്വിനി ML, രാമകൃഷ്ണ കടമ്പാർ, ഷെരീഫ് പാവൂർ തുടങ്ങി 100ഓളം പേർ പങ്കെടുത്തു. ಬ್ರಿಡ್ಜ್ಗಳು ಬೇಕು, ಹಾಗೆಯೇ ಫ್ಲೈಓವರ್ಗಳು ಬರಬೇಕು ಅಂತ ಹೇಳುವಂಥದ್ದು ಎಲ್ಲ ನಕ್ಷೆಯನ್ನು ಮಾಡಿಕೊಂಡು ನಾವು ಮೊದಲಿಂದ MLA, MP ಹಾಗೆ ರಾಜ್ಯದ ಮಂತ್ರಿಗಳು ಯಾರಿದ್ದಾರೋ ಅದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತ ರಾಜ್ಯ ರಸ್ತೆ ಸಾರಿಗೆ ಸಂಬಂಧಪಟ್ಟಂತ ಮಂತ್ರಿಗಳನ್ನು ನಾವು ಭೇಟಿಯಾಗಿದ್ದೇವೆ. ಪ್ರತಿಯೊಬ್ಬರನ್ನು ಭೇಟಿಯಾದ ನಂತರ ಇದು ಆಗಲಿಲ್ಲ ಅಂತ ಹೇಳಿದ ನಂತರ ಮೂರು ಸತಿ ನಾವು ದೆಹಲಿಗೆ ಹೋಗಿದ್ದೇವೆ. ನಾನು ಹೋಗಿದ್ದೇನೆ 3 ಸತಿ. ಒಂದು ಸತಿ ನಾನು ಏನು ಅಂತ ಹೇಳಿದ್ರೆ ಎಲ್ಲರೂ, ನಾನು, ಉಪಾಧ್ಯಕ್ಷರು, ಯಾದವ್ ಸಾರು ಹಾಗೂ ಆದರ್ಶ್ ಮೆಂಬರ್, ನಾವು 4 ಜನ ಸೇರಿಕೊಂಡು ದೆಹಲಿಯಲ್ಲಿ ಹೋದಾಗ 2 ದಿನಗಳ ಕಾಲ ಕಾದಿದ್ದೆವು. ಅಪಾಯಿಂಟ್ಮೆಂಟ್ ತೆಗೆದುಕೊಂಡ ನಂತರ ಸಮೇತ 2 ದಿನಗಳ ಕಾಲ ಕಾದು ಸಿಕ್ಕದಿದ್ದ ನಂತರ ಅಲ್ಲಿಯ ಸಾರಿಗೆ ಸಚಿವರಾದಂತಹ ಶ್ರೀಮಾನ್ ಹರ್ಷ ಮಲ್ಹೋತ್ರಾ ಅವರ ಹತ್ರ ನಾವು ಮನವಿಯನ್ನು ಕೊಟ್ಟಿದ್ದೆವು. ട്രാഫിക് ജാം, കുട്ടികളുടെ സുരക്ഷാ പ്രശ്നം, സ്ത്രീകളുടെയും മുതിർന്നവരുടെയും ദൈനംദിന യാത്രാ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവ പരിഗണിച്ച് ഗോവിന്ദപ്പൈ കോളേജ് ജംഗ്ഷനിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുവാൻ അടിയന്തര നടപടികളുണ്ടാകണമെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. എതിർത്തോട് അൽബിർ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മീലാദ് ഫെസ്റ്റ് വിപുലമായി ആഘോഷിച്ചു. എതിർത്തോട് ഖത്തീബ് അബ്ദുൽ നാസിർ യമാനി ഉദ്ഘാടനം ചെയ്തു. ഗസയിലെ പിഞ്ചോമനകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അൽബിർ വിദ്യാർത്ഥികൾ നടത്തിയ പ്രത്യേക പരിപാടി ഏറെ ശ്രദ്ധേയമായി. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിക്ക് കീഴിലുള്ള എതിർത്തോട് അൽബിർ സ്കൂളിൽ സംഘടിപ്പിച്ച മീലാദ് ഫെസ്റ്റ് വർണ്ണാഭമായി. കിറാത്ത് പാട്ട്, പ്രസംഗം, ദഫ്കളി, കോൽക്കളി, ബുർദാപാരായണം തുടങ്ങിയ പരിപാടികൾ വിദ്യാർത്ഥികളുടെ മികച്ച പ്രകടനം കൊണ്ട് മനോഹരമായ അനുഭവം പകർന്നു. ഗസയിലെ പിഞ്ചോമനകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അൽബിർ വിദ്യാർത്ഥികൾ നടത്തിയ പ്രത്യേക ഷോ പരിപാടി ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരാനന്തരം ആരംഭിച്ച പരിപാടി അക്കാദമി ചെയർമാൻ അബ്ദുല്ലക്കുഞ്ഞിയുടെ അധ്യക്ഷതയിൽ എതിർത്തോട് ഖത്തീബ് അബ്ദുൽ നാസിർ യമാനി ഉദ്ഘാടനം ചെയ്തു. എതിർത്തോട് ജമാഅത്ത് ഭാരവാഹികളായ അബ്ദുല്ലക്കുഞ്ഞി ഹാജി, അബൂബക്കർ ഹാജി, ബേർക്ക അബ്ദുല്ലക്കുഞ്ഞി ഹാജി, മുഹിയുദ്ദീൻ മദനി, മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ, മൂസ, അബ്ദുറസാഖ് അർഷദി, അബ്ദുൽ ഹമീദ് മുസ്ലിയാർ, സവാദ് വാഫി ഷുക്കൂർ മൗലവി, ഗൾഫ്നൂർ കമ്മിറ്റി അംഗം റഫീഖ് ഖാൻ തിങ്കര എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ പങ്കെടുത്ത മീലാദ് ഫെസ്റ്റ് എതിർത്തോടിൻ്റെ ഉത്സവം തന്നെയായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 11 മുതൽ നടക്കുന്ന പദയാത്രയുടെ പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട് നഗരസഭ പദയാത്ര സംഘടിപ്പിച്ചു. വാഴുന്നോറടിയിൽ നിന്നും പുതിയകോട്ട വരെയായിരുന്നു പദയാത്ര നടത്തിയത്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 14 വരെ നടക്കുന്ന പദയാത്രയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പദയാത്ര വാഴന്നൂറടിയിൽ നിന്ന് കാഞ്ഞങ്ങാട് പുതിയകോട്ട വരെ സംഘടിപ്പിച്ചു. സമാപന യോഗം KST എംപ്ലോയീസ് സംഘ് BMS ജില്ലാ വർക്കിംഗ് ചെയർമാൻ ജയകുമാർ നെല്ലിത്തറ ഉദ്ഘാടനം ചെയ്തു. സംഘടന അതിന്റെ ദേശീയ തൊഴിലാളി ദിനം ആചരിക്കുന്ന സമയത്ത് ആ രാജ്യത്തിന്റെ സംസ്കാരത്തെയും ആ രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും ആ രാജ്യത്തിന്റെ ധാർമ്മിക അടിത്തറയെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം ആ ഒരു ദേശീയ ദിനാചരണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ വിശ്വാസ പാരമ്പര്യ പ്രകാരം നമ്മുടെ തൊഴിലിന്റെ ദേവതയായ വിശ്വകർമാവിനെ അനുസ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശ്വകർമാവിനായി ഈ ഒരു ദിനം സമർപ്പിച്ചുകൊണ്ടാണ് ഭാരതീയ മസ്ദൂർ സംഘം ദേശീയ തൊഴിലാളി ദിനം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ സർവ്വലൗകിക തലത്തിൽ അല്ലെങ്കിൽ സർവ്വലൗകികമായ തരത്തിൽ മെയ് 1-ാം തീയതി അന്താരാഷ്ട്ര തൊഴിൽ ദിനമായി ആചരിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ തൊഴിലാളി ഗവൺമെന്റുകളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള കച്ചവട താല്പര്യമുള്ള വിവിധ സംഘടനകളും ആഹ്വാനം ചെയ്യുന്ന സമയത്ത് അവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം വളരെ സന്തോഷകരമായിരുന്നു, വളരെ സ്വപ്നതുല്യമായിരുന്നു. എല്ലാ തൊഴിലാളികളോടും ആവശ്യപ്പെട്ടത് എല്ലാ തൊഴിലാളികളുടെയും വാഗ്ദാനം ചെയ്തത് ഈ തൊഴിലാളി ദിനം ഞങ്ങൾ ആചരിക്കുന്നത് നിങ്ങൾക്ക് 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന രീതിയിലുള്ള അന്താരാഷ്ട്ര മുദ്രാവാക്യത്തെ ഉറപ്പിച്ചുകൊണ്ടായിരുന്നു മെയ് 1-ാം തീയതി എല്ലാ തൊഴിലാളികളും അതിന്റെ അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായിട്ട് ആചരിച്ചത്. വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി സുനിൽകുമാർ അത്തിക്കോത്ത് സ്വാഗതം പറഞ്ഞു. മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ഏച്ചിക്കാനം, മേഖലാ സെക്രട്ടറി അജയൻ പുതിയകണ്ഠം, മേഖലാ ട്രഷറർ കുഞ്ഞികൃഷ്ണൻ പുല്ലൂർ എന്നിവർ സംസാരിച്ചു.
ജാഥ ക്യാപ്റ്റൻ സുധീഷ് മുത്തപ്പൻതറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മീലാദ് ക്യാമ്പയിന് സമാപനമായി. സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഹൊസ്ദുർഗ് റേഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഹൊസ്ദുർഗ് റേഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മിലാദ് ക്യാമ്പയിൻ സമാപിച്ചു. പ്രസിഡന്റ് AK മുഹമ്മദ് കൂളിയങ്കാലിന്റെ അധ്യക്ഷതയിൽ മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ കുഞ്ഞഹമ്മദ് ഹാജി പാലക്കി ഉദ്ഘാടനം ചെയ്തു. ഒന്നിനും കൊള്ളാതാക്കിയിട്ടാണ് നമസ്കരിക്കുന്നത് പറയുന്നത്. മറ്റുള്ള കുട്ടികളോട് ഗുസ്തി പിടിച്ചുകൊണ്ട് അത് ശരിയാവണമെങ്കിൽ പ്രാക്ടിക്കലായിട്ട് തന്നെ ശരിക്കും പിന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പ്രസിഡന്റും സെക്രട്ടറി എല്ലാവരും വന്നിട്ട് ഉസ്താദന്മാരെയും കൂടെ നിർത്തിയിട്ട് നമസ്കരിക്കാൻ പഠിപ്പിക്കേണ്ടതാണ്. കാരണം പിന്നെ പൊതു എടുക്കൽ മുതൽ ലാസ്റ്റ് സലാം മുട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ ശരിക്കും പഠിപ്പിച്ചിരിക്കണം. കാരണം നമ്മളെ കുട്ടികൾ തെറ്റായ വഴിക്കാന്ന് നീങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത എല്ലാവർക്കും കിട്ടും. അതിൻ്റെ കുറ്റം കാരണം വെച്ചാൽ പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ഉസ്താദന്മാർക്കാണെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ കുറ്റം ഉണ്ടാവും. കെ ഷംസുദ്ദീൻ കല്ലുരാവി വിശിഷ്ടാതിഥിയായി. ഉസ്താദ് ആസിഫ് ദാരിമി ബദിയടുക്ക റബി പ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് മാസ്റ്റർ ബെളിഞ്ചം, അബ്ദുൾ സമദ് ഹാജി നെടുങ്കണ്ട, അബ്ദുൾ റഹ്മാൻ ഹാജി പള്ളിക്കര, സയ്യിദ് അസദി പുഞ്ചാവി, സയ്യിദ് യാസിർ ഹുസൈൻ തങ്ങൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, ജമിയത്തുൽ മുഅല്ലിമീൻ ഭാരവാഹികൾ, മഹൽ ഖത്തീബ്, സ്വദർ ഉസ്താദ്മാർ, മുഅല്ലിമീങ്ങൾ, മദ്രസ മാനേജ്മെന്റ് ഭാരവാഹികൾ, പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ഷിഹാബ് മാസ്റ്റർ അരൈ സ്വാഗതവും റഷീദ് തോയമൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ കുതന്ത്രമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നടത്തുന്ന വെറും രാഷ്ട്രീയ നാടകമാണിതെന്നും സണ്ണി ജോസഫ്. യോഗി ആദിത്യനാഥിന്റെ കത്ത് പുറത്തു വന്നതോടെ CPM BJP ബന്ധം തെളിഞ്ഞെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ആഗോള അയ്യപ്പ സംഗമം ശുദ്ധ തട്ടിപ്പാണെന്നും ഉണ്ണിത്താൻ. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃയോഗം നടന്നു. DCC ഓഫീസിൽ നടന്ന യോഗം KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വലിയപറമ്പ് തൃക്കരിപ്പൂർ കടപ്പുറത്ത് 8ാം തരം വിദ്യാർത്ഥി കായലിൽ മുങ്ങി മരിച്ചു. കൂട്ടുകാർക്കൊപ്പം മീൻ പിടിക്കുന്നതിനിടെ കവ്വായി കായലിൽ കാൽവഴുതി വീഴുകയായിരുന്നു. അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കണം. KSTA-യുടെയും STFI-യുടെയും സംയുക്ത നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജ് ജംഗ്ഷനിൽ ഫുട് ഓവർ ബ്രിഡ്ജ് വേണമെന്ന ആവശ്യം ശക്തം. വിദ്യാർത്ഥികൾ ഒപ്പ് ക്യാമ്പയിൻ നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭ പദയാത്ര നടത്തി. വാഴുന്നോറടിയിൽ നിന്നും പുതിയ കോട്ട വരെയായിരുന്നു യാത്ര.